10 വർഷത്തിനകത്ത് തലമുറകൾ ഇല്ലാതാവും. 10 വർഷം കൂടി കഴിഞ്ഞ് തലമുറയുള്ളൂ. പാവം ഞാൻ ഈ പിള്ളേരിനെയൊക്കെ ഈ നേരത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി 3 എണ്ണണ്ടേ. പലർക്കും കുട്ടികളില്ലാണ്ടാവും. അത് കഴിഞ്ഞവർക്ക് കുട്ടികളും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഞാൻ ഒറ്റ അടിച്ചങ്ങ് അടിച്ചാലുണ്ടല്ലോ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കേണ്ടത് ഇമ്പതി കിട്ടിയിട്ടുണ്ട്. ആഹാരം കഴിച്ചാലല്ലേ ഇതൊക്കെ എണീക്കുകയും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. അല്ലേ ഇനി ദയവ് ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ആഹാരം കഴിച്ചോളോട്ടെ. കേമോ എന്ന് പറഞ്ഞാൽ പോരാ, തോൽവിയുടെ പടുകുഴി 100%. ഇപ്പൊ തന്നെ ബ്രദറിന്റെ സൈക്കിളിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 25 പേരെ എടുത്തു നോക്കിയാൽ ബ്രദറിന്റെ എന്നാ സൈക്കിളാടോ ഇത്? 25 ആൾ ഇരിക്കുന്ന സൈക്കിളോ? ഇതെന്നാ പറയുന്നത്? 50% കുട്ടികളുണ്ടാവാൻ കൈയും കാലും ഇട്ട് അടിക്കുന്നവരാവും. കുട്ടികളെ ഉണ്ടാകാൻ വേണ്ടിട്ട് കൈയും കാലും ഇട്ട് അടിക്കണം. പിന്നെ കൈയും കാലും ഇട്ട് അടിക്കേണ്ട എങ്ങനെയാടാ കുട്ടികൾ ഉണ്ടാവണം? നിങ്ങൾക്കറിയാം ആ പണി എങ്ങനെ? പിന്നെ ഡോക്ടറെ പോയി കണ്ടുവരും. അപ്പോഴും ഒന്ന് കുത്തി പിടിക്കൊക്കെ വേണം. കുറച്ച് പണി ഉണ്ട്. എടാ നായ്ക്ക് ഇതിലും കനത്തിൽ വരവേൽപ്പ് കൊടുക്കാനാണ് ഞങ്ങളോടൊക്കെ വരാൻ പറഞ്ഞത്. ഫ്ലെക്സ് വെക്കണോ? പീരിയഡ്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളും സിസ്റ്റും പീരിയഡ്സ് പ്രശ്നമാണ് പെണ്ണുങ്ങൾക്ക് ഒക്കെ ആയിട്ട് സഫർ ചെയ്യുന്നവരാണ്. ഇനി പ്രസവിച്ചെന്ന് വെച്ചോ 80% ലേഡീസിനും ബാക്ക് പെയിൻ ആണ്. അയ്യോ സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. കാരണം പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇല്ല, സാധനമില്ല. സാധനമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രസവിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു. കഴിഞ്ഞെണീക്കുക എന്ന് പറയുന്നത് പുനർജന്മമാണ്. കണ്ടാ, ഒരു പ്രസവം കഴിഞ്ഞാൽ വീണ്ടും പുനർജനിക്കുക. നിങ്ങൾ അറിഞ്ഞ കേരളത്തിലെ ഒരു സ്ത്രീകളും മരിച്ചിട്ടില്ല ഇതുവരെ. എല്ലാവരും പുനർജനിച്ചവരാ. 7 ദിവസം കൂടുമ്പോൾ 7 ദിവസം കൂടുമ്പോൾ പുനർജനിക്കും. അയ്യോ, 7 ദിവസം അവരനുഭവിക്കുന്ന വേദന. അതുകൊണ്ടാണ് വിവരമുള്ള തന്തയും 7 ദിവസം കൊണ്ട് പ്രസവം തീരാൻ എന്നടാ ഇത് ഈച്ചയോ? ഇത് മനുഷ്യനെ പറ്റി തന്നെയല്ലേ പറയുന്നേ? പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. മോളെ, നീ അമ്പലത്തിലും കയറണ്ട, അടുക്കളയിലും കയറണ്ട, സ്വസ്ഥമായി ഒരു സ്ഥലത്ത് പോയി ഇരുന്നോളാൻ. മതി, കുറച്ചും കൂടി മതിയല്ലോ. അത് വിവരദോഷികൾ എന്താക്കി? മാറി നിൽക്കുക. അശ്ലീകരം അങ്ങോട്ട് മാറിക്ക. താങ്കളൊരു അച്ഛനാണെങ്കിൽ എന്താ പറയും? അവളെ അടുക്കളയിലും കേട്ടണ്ട, മോളെ നീ ഒരു സ്ഥലത്ത് പോയി. കാരണം ഈ പെണ്ണുങ്ങൾക്ക് ആ സമയത്ത് തൊടുന്ന ഒരു ഇഷ്ടമല്ല. അല്ലാത്ത സമയത്ത് നീ പോയി പെണ്ണുങ്ങളെ തൊട്ട് നോക്കി വിവരം അറിയും. തൂക്കിയല്ലോ നാഥ. പെണ്ണുങ്ങളാണ് ഇങ്ങനെ ഏത് നേരം പോയി തൊടുകല്ലേ? ഇതെന്താ പൂവാ അതോ തൊട്ടാറുവാടിയോ? അതാണ് കേട്ടോടാ പൊട്ടന്മാരെ. ആഹാ.